എല്ലാവർക്കും മറ്റൊരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു, PDF എങ്ങനെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ ലോഡ് ചെയ്യാമെന്നൊരു വീഡിയോ ചെയ്യുമോ എന്ന്. നമ്മൾ അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ എങ്ങനെ ഒരു PDF സിമ്പിളായിക്കാണ്ട് വളരെ സിമ്പിളായിക്കാണ്ട് ചെയ്യുന്നത്. ഒരുപാട് മെത്തേഡ് ഉണ്ട്, പക്ഷേ നമ്മൾ വളരെ സിമ്പിളായിക്കാണ്ട് ഒരു PDF എങ്ങനെ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ ഒരു ആപ്ലിക്കേഷനിൽ ലോഡ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അത് നമ്മൾ ജിറ്റ്ഹബിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഇംപ്ലിമെൻറ്റേഷൻ്റെ മെത്തേഡ് കാണാം. രണ്ടെണ്ണമുണ്ട്. ഞാൻ രണ്ടാമത്താണ് സ്റ്റേബിൾ ആയിക്കൊണ്ടുള്ള വെർഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതെൻ്റെ നമ്മുടെ പ്രൊജക്റ്റ് ഫയൽ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഗ്രാഡിൽ ഫയലിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രൊജക്റ്റ് സിങ്ക് ചെയ്യുന്നു. നമ്മളിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലൂടെ അസറ്റ്സ് ഫോൾഡറിൽ നമ്മൾ ഒരു PDF ഫയൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ ഫയലാണ് നമ്മളിവിടെ ലോഡ് ചെയ്യുന്നത്. അതിന് നമ്മുടെ ഇതിൽ നമ്മൾ ആദ്യമായി എടുക്കുമ്പോൾ ഇവിടെ അസറ്റ്സ് ഫോൾഡർ ഉണ്ടാവില്ല. അതെങ്ങനെയാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മളിവിടെ എവിടെയെങ്കിലും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെനു വരും. അതിൽ ന്യൂ ഉണ്ടാവും, അടിയിലുണ്ടാവും ഫോൾഡർ എന്ന്. അതിൽ കാണും അസറ്റ്സ് ഫോൾഡർ എന്ന്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ അസറ്റ് ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ പ്രൊജക്റ്റ് ഗ്രാഡിൽ ഒക്കെ ആവുന്ന ടൈം എടുക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഇവിടെ ഒരു PDF ഉണ്ട്, ആൻഡ്രോയിഡ് ട്യൂട്ടോറിയൽ എന്നൊരു PDF ഉണ്ട്. ആ PDF ഞാൻ എൻ്റെ അസറ്റ് ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ നെയിം ഒന്ന് കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ മൊത്തത്തിലുള്ള നെയിമാണ് ഞാൻ കോപ്പി ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ അസറ്റ് ഫോൾഡറിൽ അത് ആൻഡ്രോയിഡ് ട്യൂട്ടോറിയൽ.pdf എന്ന ഫയലിൽ സേവ് ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ഗ്രാഡിൽ സക്സസ് ആയി റൺ സിങ്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആക്ടിവിറ്റിയും അതിൻ്റെ ആക്ടിവിറ്റി main.xml ഫയൽ ലേഔട്ട് ഫയലാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഇത് റിലേറ്റീവ് ലേഔട്ടാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ പാഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ഒഴിവാക്കാതൊന്നും വേണ്ട. ഇനി നമുക്ക് നേരെ നമ്മുടെ PDF-ൻ്റെ ലേഔട്ട് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം PDF തന്നെ ഇങ്ങനെ വരും. PDF വ്യൂ കണ്ട് അതിന് വിഡ്ത്തും ഹൈറ്റും ഞാൻ മാച്ച് പേരൻ്റായി കൊടുക്കുന്നുണ്ട്. ഐഡിയും PDF വ്യൂ എന്ന് തന്നെ കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ മെയിൻ ആക്ടിവിറ്റി.java എടുത്തിട്ട് നമുക്കത് ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യാം. സിസ്റ്റം ഒന്ന് സ്ലോ ആയിട്ടുണ്ട്. പ്രൈവറ്റ് PDF വ്യൂ എന്ന് തന്നെ ഞാൻ നെയിം കൊടുക്കുന്നു. നമുക്ക് അതിവിടെ നമ്മുടെ ലേഔട്ട് ഫയലുമായി കണക്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ PDF വ്യൂ ഡോട്ട് ഫ്രം അസറ്റ് എന്ന മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ അസറ്റ് ഫോൾഡറിൽ നിന്നാണ് നമ്മളത് എടുക്കുന്നത്, നമ്മളുടെ PDF ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഫ്രം അസറ്റ് ഉണ്ട്, ഫ്രം URI ഉണ്ട്, ഫ്രം ഫയൽ ഉണ്ട്, അങ്ങനെ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഫ്രം അസറ്റിൽ അവിടെ നമ്മൾ ഇൻവെർട്ടർ കോമയ്ക്കുള്ളിലായിട്ട് നമ്മളുടെ PDF-ൻ്റെ നെയിം അവിടെ കൊടുക്കുന്നു. എന്നിട്ട് ഡോട്ട് ഇട്ടിട്ട് നമുക്ക് ഒരുപാട് മെത്തേഡ് നമുക്കിവിടെ ചെയ്യാം. സിമ്പിളായിക്കാണ്ട് ലോഡ് എന്ന് കൊടുത്താൽ നമ്മുടെ PDF ലോഡാകും. പക്ഷേ നമുക്ക് ഡബിൾ ടാപ്പ് അതായത് നമ്മൾ ഏത് പേജാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നമുക്ക് ഡബിൾ ടാപ്പ് അതായത് സൂം ചെയ്യുമ്പോൾ സ്വീപ്പ് ആയിക്കാണ്ട് നമ്മൾ പേജ് സ്വീപ്പ് ആയിക്കാണ്ടാണ് സ്ക്രോൾ ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ ഒരുപാട് മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിക്കാണ്ടുള്ള 2-3 മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഡിഫോൾട്ട് പേജ് എന്നുണ്ട്, അത് 0 ആയി ഞാൻ കൊടുക്കുന്നു. എന്നിട്ട് അടുത്ത് എൻ്റർ അടിച്ച് ഡോട്ട് ഇട്ടിട്ട് എനേബിൾ ഡബിൾ ടാപ്പ് എന്നുള്ളത് കൊടുക്കുന്നു. അത് ട്രൂ ആയി ഡിക്ലെയർ ചെയ്യുന്നു. അതായത് ഡബിൾ ടാപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ സൂം ആവാനാണ് അത് നമ്മൾ കൊടുക്കുന്നത്. ഇനി
സ്വീപ്പ് ഹൊറിസോണ്ടൽ അത് നമുക്ക് ആവശ്യമുള്ളവർക്ക് ട്രൂ ആയി കൊടുക്കാം. ചിലതുണ്ടാവും ബുക്ക് വായിക്കുന്നത് പോലെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും സ്വീപ്പ് ചെയ്ത് കണ്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കതിങ്ങനെ താഴേക്ക് വെർട്ടിക്കലായി കണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫാൾസ് ഡിക്ലെയർ ചെയ്യാം. ഇത്രയും നമുക്കിപ്പോൾ ഇവിടെ ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഇത് റൺ ചെയ്ത് നോക്കാം. നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കാണാം. ആൻഡ് നമുക്കിപ്പോൾ നമ്മളിവിടെ സ്വീപ്പ് എന്നുള്ളത് ഫാൾസ് ആയി കണ്ടാണ് ഡിക്ലെയർ ചെയ്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കാണാം. ഇനി നമുക്ക് ഡബിൾ ടാപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ സൂം ആകുന്നുണ്ട്. പിന്നെയും സൂം ആവും. ഇത് 3 തരത്തിൽ സൂം ആവും. പിന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്കിലൊക്കെ തന്നെ സെറ്റ് ആവും. ഇങ്ങനെയാണുള്ളത്. ഇനി നമ്മുടെ ജിറ്റ്ഹബിൻ്റെ സൈറ്റ് എടുത്ത് നോക്കിയാൽ ഒരുപാട് മെത്തേഡിൽ കാണാം. ലോഡ് ചെയ്ത PDF ഫയൽ നൽകാണ്ട് ഫ്രം യൂറി, ഫ്രം ഫയൽ, ഫ്രം ബൈറ്റ്സ്, ഫ്രം സ്ട്രീം, ഫ്രം സോഴ്സ്, ഫ്രം അസറ്റ്. നമ്മൾ ഇവിടെ ഈ ഫ്രം അസറ്റ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ ഞാനൊരു നമ്മളിപ്പോൾ 1, 2, 3 മെത്തേഡ് മാത്രമേ നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഒരുപാട് ഇഷ്ടം പോലെ മെത്തേഡ് നമുക്കിവിടെ ഉണ്ട്. ഏകദേശം ഒരു 10-15 മെത്തേഡ് നമുക്കിവിടെ അവൈലബിൾ ആയി കണ്ടുള്ളത്. പിന്നെ അതിൻ്റെ ഓരോ സ്ക്രോൾ ഹാൻഡിൽ, ഡോക്യുമെന്റ് സോഴ്സ്, അങ്ങനെ ഒരുപാട് നമുക്ക് ആവശ്യമായ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ ഗിറ്റ്ഹബിലുണ്ട്. ഇതിപ്പോൾ ഞാൻ സമയക്കുറവ് കാരണം ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നത് മാത്രമാണ് ഷോർട്ടായി കണ്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ അയച്ചെന്ന് പിന്നീട് ഒരിക്കൽ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ശുഭദിനം.